പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപൻ. കേരളത്തിൻ്റെ ഗതാഗത മന്ത്രി ശ്രീ ഗണേഷ് കുമാർ തൻ്റെ ഭാര്യയുടെ കുറ്റാരോപണത്തിൽ നന്നേ ശ്വാസം മുട്ടി കഴിയുന്നതായി ഞങ്ങളുടെ സ്വന്തം ലേഖകൻ വെളിപ്പെടുത്തുന്നു. മന്ത്രിയെ ആരും ഒരു കാലത്തും കാണരുതാത്ത ഒരവസ്ഥയിൽ താൻ കാണുവാനിടയായെന്നും അത് സംബന്ധമായ തെളിവുകൾ തൻ്റെ പക്കലുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യ ആരോപിച്ചതായി റിപ്പോർട്ടുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് സംബന്ധമായ കേരളത്തിൽ രാഷ്ട്രീയ അവസ്ഥ വളരെ പ്രക്ഷുബ്ധമായിരിക്കുന്നു. പ്രതിപക്ഷ പാർട്ടികൾ മന്ത്രിയുടെ രാജി ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ജനസേവനത്തിന് മന്ത്രി വേണ്ടത്ര സമയം കണ്ടെത്താത്തത് കൊണ്ടാണ് ഇപ്രകാരമുള്ള ചേഷ്ടികളിൽ മന്ത്രി ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് എന്നതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ അഭിപ്രായം. എന്നാൽ തൻ്റെ ഭാഗം വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നത് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ പേര് തന്നെ കേരള കോൺഗ്രസ് ബി എന്നാണ്. ബി എന്ന് പറഞ്ഞാൽ ഭാര്യ എന്നാണ്. അതുകൊണ്ട് ഭാര്യമാരെ ബഹുമാനിക്കുക എന്നത് ഈ പാർട്ടിയുടെ മൂല മന്ത്രമായതുകൊണ്ട് തൻ്റെ പക്ഷത്ത് നിന്ന് അപ്രകാരം യാതൊരു തെറ്റും വരാൻ സാധ്യതയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. മാത്രവുമല്ല, തന്നെ പറ്റിയുള്ള അനാവശ്യമായ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുവെന്ന്, തനിക്ക് 5 പേരോടല്ല 5000 പേരോട് സ്നേഹമുണ്ടെന്നും അദ്ദേഹം അറിയിക്കുന്നു. ഏതായാലും കേരള രാഷ്ട്രീയത്തെ ആകമാനം ഇളക്കിമറിക്കാൻ പര്യാപ്തമായ ഈ സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ കാര്യക്ഷമമായി അന്വേഷിച്ച് മനസ്സിലാക്കി നമ്മെ ബോധ്യപ്പെടുത്തുന്നതിന് ഞാൻ വളരെയധികം പണം ചെലവാക്കി വിദേശത്ത് നിന്ന് വിഖ്യാതി പ്രാപിച്ച ഒരു സ്വന്തം റിപ്പോർട്ടറെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അവരുടെ സ്ത്രീയാണ്. അവർ നമ്മളോട് സംസാരിക്കാനായിട്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താനായിട്ട് കാത്തിരിക്കുകയാണ്. നമുക്ക് അവരുടെ വാക്കുകളിലേക്ക് ശ്രദ്ധിക്കാം. Strike and strike and strike and strike until you have victory. For every enemy that is aligned against you, let there be that we would strike the ground, for you will give us victory, God. I hear a sound of abundance of rain. I hear a sound of victory. I hear a sound of shouting and singing. I hear a sound of victory. I hear a sound of an abundance of rain. I hear a sound of victory. I hear a sound of an abundance of rain. I hear a sound of victory. The Lord says it is done. The Lord says it is done. The Lord says it is done. For I hear victory, 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 victory. അപ്പോൾ അവർ പറയുന്നത് അവർ പോയി അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ അവരുടെ മുറിയിൽ തന്നെ ഇരുന്നപ്പോൾ ദൈവം അവരോട് വന്ന് പറഞ്ഞു, അത് നടന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ നിങ്ങൾക്ക് അത് ശ്രദ്ധപ്പെട്ടിട്ടില്ലെങ്കിൽ ഇതൊന്നുകൂടെ കേട്ടോളൂ. It is done. The Lord says it is done. For I hear victory, 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 victory in the corners of heaven. അവർ പറയുന്നത് ഇത് സംഭവിച്ച കാര്യമാണ് എങ്കിലും ഈ പ്രവൃത്തി ചെയ്ത മന്ത്രി അടുത്ത ഇലക്ഷനിൽ ജയിക്കും. അതാണ് വിക്ടറി 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 എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് മറ്റൊരു ചാനലുകളിലോ പത്രങ്ങളിലോ ഉള്ള റിപ്പോർട്ടറേക്കാൾ വിശ്വസനീയമാണ്. കാരണം ഇവർ വളരെ കടുത്ത ദൈവഭക്തയാണ്. എന്തെങ്കിലും ഒരു കാര്യം അന്വേഷിക്കാൻ പറഞ്ഞാൽ ഒരു മുറിയിൽ കയറി വാതിലടച്ച് പ്രാർത്ഥിക്കുകയും അപ്പോൾ ദൈവം താനെ ഇറങ്ങി വന്ന് വേണ്ടതായ സത്യം അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യുന്നത് കൊണ്ടാണ് യാതൊരു കളങ്കവും ചേർക്കാതെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഇറ്റ് ഈസ് ഡൺ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തതാണ് മന്ത്രി അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് എന്നവർ ഒരിക്കൽ പറഞ്ഞാൽ മതി. പക്ഷെ അങ്ങനെയല്ല. ആവർത്തിച്ച് കൊട്ടുപിടി കൊണ്ട് തലയ്ക്ക് അടിക്കുന്നത് പോലെ അവർ പറയുന്നതിൻ്റെ കാര്യം. ഇതിനെപ്പറ്റി ആരും സംശയിക്കേണ്ട. മന്ത്രിയുടെ ഭാര്യ പറയുന്നത് തന്നെയാണ് ശരി. ഇറ്റ് ഈസ് ഡൺ എന്ന് പറഞ്ഞാൽ അല്പം പോലും സംശയം അവശേഷിക്കുന്നില്ല. പക്ഷെ അടുത്ത ശ്വാസത്തിൽ അവർ പറയുന്നത് എന്നെ പോലെ തന്നെ നിങ്ങളെയും അതിശയപ്പെടുത്തും. പറയുന്നത് വിക്ടറി വിക്ടറി വിക്ടറി. എന്നാലും മന്ത്രി ജയിക്കും. കാരണം അവർ പറയുന്നത് അവരുടെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ ഇടയായത് കേരളത്തിലെ ജനത്തിന് ഇങ്ങനെയുള്ള കാര്യം പുല്ലാണ്.
അത് അവരെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. എന്ത് വന്നാലും ജനം ഇത് അല്പം പോലും ഗവനിക്കുന്ന ഒരു കാര്യമില്ല. അങ്ങനെയാണ് നമ്മുടെ പോക്ക് എന്നതുകൊണ്ട് മന്ത്രിക്ക് വിക്ടറി 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 എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതായിരിക്കും അതിൻ്റെ സത്യം. ഏതായാലും ഇങ്ങനെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് നേരെ അറിവ് പ്രാപിച്ച് നടത്തുന്ന പ്രസ്താവനകളെ സംശയിക്കാൻ ഈയുള്ളവന് കെൽപ്പില്ല. അതുകൊണ്ട് ഞാൻ അത് അപ്രകാരം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു എന്ന് മാത്രം. അപ്പോൾ ഈ സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ എന്താണ് എന്നറിയാനായിട്ട് കേരളത്തിലെ പുരുഷന്മാരുടെ സംരക്ഷകനായി രക്ഷകനായി ജന്മം ചെയ്തിട്ടുള്ള നമുക്ക് രാഹുൽ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു അതികായനുണ്ട്. അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതിൻ്റെ പിറകിൽ വളരെ ശ്രദ്ധേയമായ ഒരു യാഥാർത്ഥ്യം പതിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ്. അതായത് മന്ത്രിയുടെ ഭാര്യയ്ക്ക് ഏതാണ്ട് സംശയരോഗമുള്ളതായി മന്ത്രി നന്നെ സന്ദേഹിച്ചതായും ഇത് അദ്ദേഹത്തെ ചികിത്സിച്ചുകൊണ്ടിരുന്ന മനോരോഗ വിദഗ്ധനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം മന്ത്രിയോട് പറഞ്ഞ പോലും അത് തൻ്റെ അടിസ്ഥാനരഹിതമായ സംശയമാണ്. അങ്ങനെ നിങ്ങളുടെ ഭാര്യ എനിക്കും അറിയാം, അവർ നല്ല ബോധമുള്ള സ്ത്രീയാണ്, അവർ ഒരു മനോരോഗിയാണെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ മന്ത്രി പറഞ്ഞു, ആഹാ അങ്ങനെയാണോ, എന്നാൽ അതിൻ്റെ തെളിവ് ഞാൻ തന്നെ കാണിച്ചിട്ട് തന്നെ എന്ന് പറഞ്ഞ് പോയി. തെളിവ് സംഭരിക്കാനായി മന്ത്രി ഇപ്രകാരമുള്ള ഒരു അവസരം സൃഷ്ടിച്ചതാണ്. മന്ത്രിക്ക് ഈ പറയുന്ന സ്ത്രീയുമായി യാതൊരു അഭിഹിത ബന്ധവുമില്ല, എന്നാൽ തൻ്റെ ഭാര്യയ്ക്ക് ഇപ്രകാരമുള്ള സംശയരോഗം എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് അവരെ സമർത്ഥമായ ചികിത്സയ്ക്ക് വിധേയയാക്കി തൻ്റെ കുടുംബജീവിതം കൂടുതൽ ഭദ്രതയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് മന്ത്രി നാടകം അരങ്ങേറിയത്. ഇത് മനസ്സിലാക്കാനുള്ള കേൾപ്പില്ലാതെ തൻ്റെ ഭാര്യ എപ്രകാരമാണ് തന്നെ കൊടുക്കേണ്ടത് എന്ന് അന്വേഷിച്ച് നടന്ന് ഫോണുമായിട്ട് എൻ്റെ ക്യാമറ ഒക്കെ കൊണ്ട് നടന്ന് വന്നപ്പോഴാണ് ഇപ്രകാരമുള്ള ഒരവസരം കിട്ടി അവർ അത് ഫോണിൽ പിടിക്കുകയും തെളിവുണ്ടെന്നൊക്കെ പറഞ്ഞ് നടക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള സംഭവം എന്താണെന്ന് ചോദിച്ചാൽ മന്ത്രിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള കലാപരിപാടികൾക്ക് യാതൊരു താല്പര്യവുമില്ല, സമയവുമില്ല. പക്ഷേ ഒരു തെളിവുണ്ടാക്കേണ്ട ഒരു നിർബന്ധം അത്യാവശ്യം വന്നതുകൊണ്ട് ഇപ്രകാരം ഒരു പണി നടത്തുകയും ആ പണിയിൽ ഭാര്യ വീഴുകയും ചെയ്തു. ഇതാണ് അദ്ദേഹത്തിൻ്റെ പക്ഷമെന്ന് അദ്ദേഹത്തിന് അടുത്തറിയാവുന്ന വൃത്തങ്ങൾ, മനുഷ്യരല്ല വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നതായി എൻ്റെ അറിവിൽപ്പെട്ടിട്ടുണ്ട്. ഇനിയും ഇതിനോട് സംബന്ധമായിട്ട് നമ്മൾ പറയുമ്പോൾ ഒരു ചെറിയ കഥ കൂടെ മനസ്സിൽ വരുന്നത്, ഇത് മന്ത്രിക്കും ആശ്വാസം വരും എന്നതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഞാൻ പങ്കിടുകയാണ്. ഒരിടത്ത് ഒരു നൈറ്റ് ക്ലബ്ബ് വന്നു. അപ്പം നൈറ്റ് ക്ലബ്ബ് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഭവനത്തിലെ പിതാവ് തൻ്റെ മകനോട് പറഞ്ഞു, എടാ ഇപ്രകാരം ഒരു നൈറ്റ് ക്ലബ്ബ് നമ്മുടെ അടുത്ത് വരുന്നുണ്ട്, നീ അവിടെയെങ്കിലും പോയി രാത്രി പോയി എത്തി നോക്കുക, ഒന്നും ചെയ്യരുത്. അപ്പം ചോദിച്ചു, അപ്പം ഞാൻ അവിടെ പോയി നോക്കിയാൽ എന്ത് പറ്റും? അപ്പം അപ്പം പറഞ്ഞു, എന്ത് പറ്റും, നീ കാണരുതാത്ത കാര്യം നീ കാണും എന്ന് പറഞ്ഞു. അപ്പം പയ്യൻ പറഞ്ഞു, അങ്ങനെ ആട്ടപ്പ എന്ന് പറഞ്ഞു. അങ്ങനെ 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ പയ്യൻ്റെ ഉള്ളിൽ ഒരു വലിയ ജിജ്ഞാസ, ഞാൻ കാണരുതാത്ത കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, അതെന്താണ്? അപ്പം ചെറുക്കൻ ഉറക്കം വരുന്നില്ല. ഈ കാണരുതാത്ത കാര്യം എന്താണെന്ന് മനസ്സിലാകാതെ ഉറങ്ങാനൊക്കത്തില്ല. അങ്ങനെ സഹിക്കാൻ വേഞ്ഞ് ഒരു ദിവസം രാത്രി 12 മണിയായപ്പോൾ എല്ലാവരും ഉറങ്ങിയെന്ന് വിചാരിച്ച് അവൻ പതുക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി പതുക്കെ നടന്ന് ആ നൈറ്റ് ക്ലബിൻ്റെ വാതിക്കൽ ചെന്ന് എത്തി നോക്കിയപ്പോൾ അവൻ കാണരുതാത്ത കാര്യം അവൻ കണ്ടു. അവൻ്റെ അപ്പൻ അവിടെ പെണ്ണുങ്ങളുമായി ഡാൻസ് ചെയ്ത് അവൻ കണ്ടു എന്ന ഒരു കഥയുണ്ട്. എന്നാൽ ഇപ്രകാരമുള്ള ഒരു സംഭവം ആയിരിക്കും അത്. ഏതായാലും നമുക്കറിയാവുന്ന മന്ത്രി ഗണേഷ് കുമാർ, അതായത് കേരള കോൺഗ്രസ് ഭാര്യ എന്ന് പറയുന്ന ഈ പാർട്ടിയുടെ ഏക പ്രതിനിധിയായ നമ്മുടെ മന്ത്രി ഇപ്രകാരമുള്ള യാതൊരു കലാപരിപാടിയിലും താല്പര്യമുള്ള വ്യക്തിയല്ല. അദ്ദേഹം ജനസേവനത്തിന് മാത്രം തൻ്റെ ജീവിതം ഒഴിഞ്ഞു വച്ചിരിക്കുകയാണ്. ആയതുകൊണ്ട് ഈ അമേരിക്കൻ റിപ്പോർട്ടർ പറഞ്ഞതുപോലെ നമുക്ക് ആ
അദ്ദേഹത്തിൻ്റെ വിജയം സുനിശ്ചിതമാകുന്ന ആ സന്ദർഭം നോക്കി കാത്തിരിക്കാം. അമേരിക്കൻ റിപ്പോർട്ടറുടെ കാര്യം അവിടെ പ്രസ്താവന ഒരിക്കൽ കൂടെ നമുക്ക് കേട്ട് I hear a sound of abundance of rain. I hear a sound of victory. I hear a sound of shouting and singing. I hear a sound of victory. I hear a sound of an abundance of rain. I hear a sound of victory. I hear a sound of an abundance of rain. I hear a sound of victory. അവർ പറയുന്നത് എനിക്ക് പറഞ്ഞത് ശരിക്കും മനസ്സിലായി. അപ്പോൾ പറഞ്ഞത് മന്ത്രി അങ്ങനെ ജയിക്കണമെങ്കിൽ ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് വലിയ ശബ്ദത്തിൽ മഴ പെയ്യണം, എന്നാൽ മാത്രമേ മന്ത്രിക്ക് ജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് സൗണ്ട് ഓഫ് റെയിൻ, അബണ്ടൻസ് ഓഫ് റെയിൻ എന്നൊക്കെ അവർ പറയുന്നത്. എനിക്ക് ഇംഗ്ലീഷ് എനിക്ക് അത്ര പിടിയില്ല, അതുകൊണ്ടാണ് ഈ കാര്യം വിട്ടുപോയത്. അപ്പോൾ ആദ്യം അവർ പറഞ്ഞു ഇറ്റ് ഈസ് ഡൺ, അത് മന്ത്രി ഇത് ചെയ്തതാണ് എന്ന് പറഞ്ഞു. രണ്ടാമത് പറയുന്നത് എബണ്ടൻസ് ഓഫ് റെയിൻ, എബണ്ടൻസ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ മഴ, സാധാരണ മഴ പോരാ, കടുത്ത മഴ, ആനയുടെ തുമ്പിക്കയിൽ വീഴുന്ന മഴ. അങ്ങനെയുള്ള മഴയത്ത് ഇലക്ഷൻ നടന്നാൽ വിക്ടറി, മന്ത്രി ജയിക്കും. ഏതായാലും ആ പ്രത്യാശയിൽ ഈ പ്രാദേശിക വാർത്ത ഒതുക്കുന്നു. ഏവർക്കും നമസ്കാരം.